കഴിഞ്ഞില്ല. വരുന്നുണ്ട് ഇനിയും ഒന്നിനു പുറകെ ഒന്നായി ലൈംഗിക പീഡന പരമ്പരകൾ. പരാതികളുമായിട്ട് ഇനിയും രാഹുലിനെതിരെ പലരും എത്തുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസിലെ തന്നെ അണികൾ. സത്യത്തിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ അസുരന് വരം കൊടുത്തത് ആരൊക്കെയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാലക്കാട് സീറ്റ് കൊണ്ട് ആരും പനിക്കേണ്ടെന്ന് പറഞ്ഞ സണ്ണി ജോസഫിനെതിരെ അതിജീവിതയുടെ പരാതി മുക്കിയെന്ന ആരോപണം നിലനിൽക്കുമ്പോഴും രാഹുലിന്റെ കൊള്ളരുതായ്മകൾ അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചവർക്കെതിരെ കോൺഗ്രസിലെ അണികൾ ഇപ്പോൾ വിരൽ ചൂണ്ടുകയാണ്. ലൈംഗിക പീഡന പരമ്പരകൾ ഇനിയും രാഹുലിനെതിരെ ഉയർന്നു വരുമെന്ന മുന്നറിയിപ്പ് ആ അണികൾ തന്നെ നൽകുകയാണ്. കോൺഗ്രസിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് സത്യത്തിൽ വെറുതെയായിരുന്നില്ല. ചാനൽ ചർച്ചകളിൽ അക്രമാസക്തമായി സംസാരിച്ച അണികളെയെങ്കിലും കയ്യിലെടുക്കുവാൻ അവസരം നൽകിയത് അവധാനതയോടെ സംസാരിച്ചിരുന്നവരെ വെട്ടിയൊതുക്കിയിട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ നേതൃനിരയിലേക്ക് ഉയർന്നു വരുമ്പോൾ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നവരായിരുന്നു കോൺഗ്രസ് നേതാക്കളിൽ പലരും. അതിന്റെ ആഴം എത്രയെന്ന് ബോധ്യമില്ലായിരുന്നുവെങ്കിലും അന്നേ നടപടിയെടുത്തിരുന്നുവെങ്കിൽ കൂടുതൽ ഇരകളെയെങ്കിലും അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാമായിരുന്നു. പിതാവിനെ പോലെ ആ വിഷയം കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞത് വി.ഡി. സതീശനാണ്. ഇങ്ങനെ ഒരു സ്വഭാവം രാഹുലിന് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പാലക്കാട് സീറ്റിലേക്ക് പരിഗണിച്ചപ്പോൾ ശക്തമായി അനുകൂലിച്ച് രംഗത്ത് വരികയായിരുന്നു അന്ന് വി.ഡി. സതീശൻ ചെയ്തത്. വടകര എം.പി ആയി ഷാഫി പറമ്പിൽ പോകുമ്പോൾ അവിടേക്ക് മുരളീധരനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ ഘട്ടത്തിലെ നീക്കമെന്ന് പറയപ്പെടുന്നത്. ഏതൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കോൺഗ്രസിന് വിജയിപ്പിച്ചെടുക്കാവുന്ന സീറ്റ് അത് പക്ഷേ മുരളീധരന് നൽകിയില്ല. പകരം അദ്ദേഹത്തെ സുരേഷ് ഗോപിയുടെ എതിർ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ച് തോൽപ്പിച്ച് പാലം കടത്തി. പാലക്കാട് സീറ്റ് കണ്ട് ആരും വരേണ്ടതില്ല എന്ന ചില നേതാക്കൾ മുരളീധരന് മുന്നറിയിപ്പ് നൽകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ അന്ന് ചെന്നെത്തി എന്നുള്ളതാണ്. ഷാഫി പറമ്പിലിന്റെയും വി.ഡി. സതീശന്റെയും നോമിനിയായിട്ട് പാലക്കാട്ടേക്ക് എത്തിച്ച രാഹുൽ മാങ്കൂട്ടം കൂടുതൽ ശക്തനാകുന്നതിനൊപ്പം തന്നെ അയാൾ കൂടുതൽ ഇരകളെ കണ്ടെത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കോൺഗ്രസിനെ അപ്പാടെ വിഴുങ്ങുന്ന ഭസ്മാസുരനായി മാറുകയായിരുന്നു രാഹുൽ. അദ്ദേഹത്തെ അവിടെ എത്തിച്ച സതീശനെ പോലും മറികടക്കുന്ന തരത്തിൽ സൈബർ അണികൾ അഴിഞ്ഞാടി. കേക്കച്ചൻ എന്ന് പരിഹസിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ. അതിൽ ഒരു ഘട്ടത്തിൽ സതീശൻ പോലും പതറിപ്പോയി. മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർ പോലും കടുത്ത സൈബർ ആക്രമണത്തിന് ഇരകളായി. പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലരും പ്രതികരിക്കാത്തതിന് കാരണമെന്ത് എന്ന ചോദ്യവും സോഷ്യൽ മീഡിയ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. രാഹുലിന്റെ ലൈംഗിക അതിക്രമങ്ങളിൽ പങ്കുപറ്റിയവർ ഉണ്ടോ എന്നുള്ള സംശയവും ഇതിനകത്ത് ഉയരുന്നുണ്ട്. രാഹുലിന്റെ ശക്തനായ അനുയായി ഫെനിക്ക് പത്തനംതിട്ടയിൽ പഞ്ചായത്തിലേക്ക് സീറ്റ് നൽകുന്നതാണ് പിന്നീട് കണ്ട കാഴ്ച എന്ന് പറയുന്നത്. എല്ലാവരെയും വെട്ടിയൊതുക്കി രാഹുലിനെ അനുകൂലിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് എത്തിയവർക്ക് പോലും സീറ്റ് ലഭിച്ചപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചും പാർട്ടിക്ക് വേണ്ടി പോലീസിന്റെ തല്ലുകൊണ്ടവരുമൊക്കെ അങ്ങ് പുറത്തായി. പത്തനംതിട്ടയിലെയും പാലക്കാട്ടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സസ്പെൻഷനിലാണെന്ന് പറയുമ്പോഴും ഒരു രാഹുൽ എഫക്റ്റ് പ്രകടമായിരുന്നു എന്നുള്ളതാണ്. രാഹുലിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന് അടുത്തിടെ പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ വെളിപ്പെടുത്തിയില്ല എന്ന ചോദ്യവും രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും രാഹുലിന്റെ രാജി ആവശ്യപ്പെടുവാനുള്ള പ്രേരണ നൽകാൻ പോലും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ്. കെ.സി. വേണുഗോപാലും അബിൻ ബർക്കിയും ഒക്കെ പരസ്യമായി രാഹുലിനെ തള്ളിപ്പറഞ്ഞില്ല. അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിച്ചത് സില്ലി മാറ്റർ എന്നായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം പോലും. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സഹായം ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുള്ള ആരോപണവും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഒളിവിൽ നിന്ന് ഒളിവിലേക്ക് പോകുന്ന രാഹുലിന് കഴിയാനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യം അതൊരു വലിയ ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ലഭിക്കുന്നുമില്ല. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുവാൻ ആകില്ല എന്തായാലും. കാരണം ഫോൺ ഉപയോഗിക്കുവാനും കഴിയാത്ത സാഹചര്യമുണ്ട്. നടിയുടെ കാറിലാണ് പോയതെന്ന ആരോപണത്തിന് പിന്നാലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ്. പിന്നെയുള്ളത് കോൺഗ്രസ് അണികളോ അല്ലെങ്കിൽ നേതാക്കളോ മാത്രമാണ് സഹായിക്കാൻ കിട്ടുക, അല്ലെങ്കിൽ അയാളുടെ ക്രിമിനൽ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലുമോ ആകാം. അപ്പോൾ ഇത്തരം വിശാലമായ സാധ്യതകൾ പോലും സൈബർ പോലീസ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാൽ രാഹുൽ ഉടൻ അറസ്റ്റിലാകുമെന്നത് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇയാളെക്കുറിച്ച് യാതൊരു വിവരമില്ല എന്ന് പോലീസ് പറയുമ്പോഴും വ്യാജ ID കാർഡ് കേസിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോഴുണ്ടായ കൈപ്പേറിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത്. അതിനാൽ എല്ലാ പഴുതുകളും അടച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന തന്ത്രത്തിലേക്കാണ് പോലീസിന്റെ യാത്ര എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ലൈംഗിക അപവാദ കേസുകൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാടുകാർ അടക്കം രാഹുലിനെ വെറുക്കും. രാഹുലിനെ സ്വന്തം പാർട്ടിക്കാരും അണികളും തള്ളിപ്പറയാൻ തുടങ്ങും. ഇനി ഇയാളെ രക്ഷിച്ചെടുത്തിട്ട് കാര്യമില്ല എന്ന് തന്നെ കരുതും. ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും, ഒന്നോ രണ്ടോ ഒക്കെ സഹിക്കുവാനും പലരും തയ്യാറാണ്. പക്ഷെ അതിലപ്പുറം വീണ്ടും വീണ്ടും ഇനിയും ഇങ്ങനെ കൂടുതൽ സ്ത്രീകളുടെ പരാതികളും ലൈംഗിക അതിക്രമങ്ങളും വന്നാൽ പാലക്കാടുള്ളവരടക്കം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പാലക്കാട്ടുകാരാണ്, ആ പാലക്കാട്ടുകാർ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു, തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ പുറത്താക്കുകയും ചെയ്യും. അതോടുകൂടി രാഷ്ട്രീയ ഭാവി ഇരുളടയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഒരാളുടെ ഭാവി തന്നെ ഇല്ലാതാക്കിയത് ഇയാളുടെ പ്രവർത്തികൾ കൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കും. എത്ര പെട്ടെന്നാണ് അധികാര ശ്രേണികളിലേക്ക് വളരെ പെട്ടെന്ന്, മെല്ലെ വളരെ പെട്ടെന്ന് പടി കയറി വന്ന ഒരാളായിരുന്നു രാഹുൽ. പക്ഷെ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതർച്ചയും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പതനവും വളരെ പെട്ടെന്നാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി രാഷ്ട്രീയ വനവാസത്തിന്റെ കാലമാണ്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക കൂടെ ചെയ്താൽ ഇനി മറ്റൊരു പാർട്ടിയിലേക്കും എത്താൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷം മാത്രം ചിന്തിക്കാൻ കഴിയുന്നതായിരിക്കും. എന്നാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുകയാണ്.